കോൺഗ്രസോ ഇന്ത്യ മുന്നണിയോ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മുസ്ലിങ്ങൾക്ക് പതിച്ചു കൊടുക്കുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടാക്കുകയാണ് പ്രതിപക്ഷം. കോലാഹലം അവിടെ നിൽക്കട്ടെ. പ്രധാനമന്ത്രി അത് പറയാനൊരു കോണ്ടെക്സ്റ്റുണ്ട്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ലോക്സഭയിൽ പ്രസംഗിച്ചു, ദ ഫസ്റ്റ് റൈറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, റീഡ് മൈ ലിപ്സ്, ഇറ്റ് ഗോസ് ടു മൈനോറിറ്റി. എൻ്റെ ചുണ്ടുകൾ വായിക്കുക, അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ ഇംഗ്ലീഷ്, റീഡ് മൈ ലിപ്സ്. ഇത് തന്നെയാണ് പറഞ്ഞത്. ദ ഫസ്റ്റ് റൈറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ഗോസ് ടു റീഡ് മൈ ലിപ്സ് മൈനോറിറ്റീസ്. ഇത് മൻമോഹൻ സിംഗ് പറഞ്ഞു. ഇത് കോട്ട് ചെയ്താണ് മോദി പറഞ്ഞത്. ഇവരധികാരത്തിൽ വന്നാൽ ഇവർ ചെയ്യാൻ പോകുന്നത് വികസനത്തിൻ്റെ എല്ലാ ഫലങ്ങളും ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കും. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കും. ഇതാണ് ഇവർ ചെയ്യാം. അത് മാത്രമല്ല, ഇവരുടെ പ്രകടന പത്രിക വിശദീകരിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ പല സ്ഥലത്തും രാഹുൽ ഗാന്ധി സോഷ്യലിസ്റ്റ് ആയോ എന്നൊക്കെ അന്ന് ചോദ്യം വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അതെ, സ്വത്ത് പിടിച്ചെടുത്ത് വിതരണം ചെയ്യും. ആർക്ക് വിതരണം ചെയ്യും? മൻമോഹൻ സിംഗിൻ്റെ ഫോർമുല അനുസരിച്ചാണെങ്കിൽ അവിടെയാണ് മോദി ഒരു കൗശലം കൂടെ കാണിച്ചത്. കൂടുതൽ പിള്ളേരുള്ളവർക്ക് വിതരണം ചെയ്യും. സത്യമാണല്ലോ. സുനിലിന് 2 കുട്ടികളേ ഉള്ളൂ, എനിക്ക് 18 കുട്ടികളുണ്ട്. സ്വാഭാവികമായിട്ട് എനിക്ക് കൂടുതൽ വിഹിതം കിട്ടില്ല. ഇതാണ് മോദി പറഞ്ഞത്, കൂടുതൽ കുട്ടികളുള്ളവർക്ക് കൊടുക്കും. ഇത് ഇവർക്ക് ചൊടിക്കാതിരിക്കുമോ കോൺഗ്രസ്സിന്? കൂടുതൽ കുട്ടികളുള്ളവർ മുസ്ലിങ്ങളാണെന്ന് അവർ തന്നെ ഈ സമ്മതിക്കുകയാണ്. കോഴിക്കട്ടവൻ്റെ തലയിൽ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ കൂടുതൽ കുട്ടികളെന്ന് കേട്ടപ്പോൾ അത് നമ്മളെയാണല്ലോ പറയുന്നത്, മുസ്ലിങ്ങളെയാണല്ലോ പറയുന്നത്, ഇവർ ധരിക്കുകയാണ്. എന്തുവായിക്കോട്ടെ, മോദി മനോഹരമായി നമ്മൾ ക്രിക്കറ്റിൽ ഗൂഗിളി എന്ന് പറയും, എങ്ങോട്ട് പോകും എന്ന് പിടിയില്ലാത്ത ഒരു പന്ത് ഇവരുടെ നേർക്കെറിഞ്ഞിരിക്കുകയാണ്. ഇവരുടെ സാധാരണ വർഗീയ ധ്രുവീകരണം. ഞാൻ ചോദിക്കട്ടെ സുനിലെ, വാട്ട് ഈസ് റോങ് വിത്ത് ദാറ്റ്? ഇവർ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ധ്രുവീകരണമല്ലേ ഉദ്ദേശിക്കുന്നത്? ന്യൂനപക്ഷങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് വെച്ചാൽ ഇവരുദ്ദേശിക്കുന്നത് എന്താ? മുസ്ലിങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നാണ്. അല്ലാതെ സിഖ്, ജൈന, ബുദ്ധ വിഭാഗത്തെ ഉദ്ദേശമൊന്നുമല്ല ന്യൂനപക്ഷം. എനിക്കിപ്പോഴും ആദ്യം പറഞ്ഞ സെൻറ്റൻസിൻ്റെ ഷോക്കിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല. അതായത് വികസനത്തിൻ്റെ ആദ്യ അവകാശികൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പറഞ്ഞ അർത്ഥം തന്നെ മൻമോഹൻ സിംഗിനെ ചൊല്ലി അന്ന് വലിയ ബഹളമൊക്കെ നടന്നതാണ്, വൻ ബഹളമൊക്കെ നടന്നു. അപ്പോൾ ഈ രാജ്യത്ത് ഭൂരിപക്ഷ സമുദായങ്ങൾ, ഹിന്ദുക്കളടക്കമുള്ളവർ 2ാം കിട പൗരന്മാരാണോ? 2ാം കിട മാത്രമല്ല, ഇവിടെ നിന്ന് ഓടിച്ചു കളയേണ്ടവരാണ്. അതാണ് കോൺഗ്രസിൻ്റെ നയം. നിങ്ങൾ എന്താ വിചാരിച്ചു? എന്തുകൊണ്ടാണ് അവർ CAA എതിർക്കുന്നത്? പാകിസ്ഥാനി മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണല്ലോ. അതെ, പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക്. ഇവിടുത്തെ BJP-കാരന് ഇത് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല ഇത് പറയാൻ. പാകിസ്ഥാനി മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കണം, അതാണ് അവരുടെ ആവശ്യം. റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കണം. വേണ്ടേ? വേറെ ആരെപ്പറ്റിയെങ്കിലും ഇവർ മിണ്ടിയിട്ടുണ്ടോ? നേപ്പാളിൽ നിന്ന് വരുന്നവർക്ക് പൗരത്വം കൊടുക്കണമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ശ്രീലങ്കയിൽ നിന്ന് വന്ന് എങ്ങുമില്ലാതെ കിടക്കുന്ന കുറച്ച് പേര് തമിഴ്നാട്ടിലുണ്ട്, അവർക്ക് പൗരത്വം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. DMK എങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം അവർ ഹിന്ദുക്കളാണ്. ഇപ്പം മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കണം. ഈ ആവശ്യമാണ് CPM-ഉം കോൺഗ്രസും DMK-യും ഒക്കെ ഉന്നയിക്കുന്നത്. മമതാ ബാനർജി ബംഗ്ലാദേശിൽ നിന്ന് വന്നവർക്ക് പൗരത്വം കൊടുക്കണം, മുസ്ലിങ്ങൾക്ക്. അല്ല, ജനസംഖ്യയിൽ 80% ഹിന്ദുക്കളായിട്ട് 2ാം കിട പൗരന്മാരായിട്ടാണോ നമ്മളൊക്കെ ജീവിക്കുന്നത്? തെറ്റിദ്ധാരണയാണ്. 80% പഴയ കഥ. ഇല്ലേ? ഇപ്പോൾ ഇന്ത്യയിൽ നമ്മളെ സെൻസ് നടന്നിട്ട് നാളെ എത്രയായിരുന്നു? 2011 നടന്നില്ലേ? ഇപ്പോൾ വർഷം എത്രയായി? 13 വർഷമായി. ജനസംഖ്യയിൽ വന്നിട്ടുള്ള മാറ്റം എത്ര ഭീകരമാണ്. 2011 എക്സ്ട്രാപ്പൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഹിന്ദു ജനസംഖ്യ കഷ്ടിച്ച് 70 വന്നാലായി. ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 65 to 70. ടേക്ക് ഇറ്റ് ഫ്രം മീ. നമുക്കിപ്പോൾ സെൻസസ് ഇല്ലാത്തതുകൊണ്ട് ഫിഗേഴ്സ് ഇല്ല. 2011 2024 പ്രൊപ്പോർഷനേറ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 65-നും 70-നും ഇടയ്ക്കാണ് ഹിന്ദു ജനസംഖ്യ. ഹിന്ദു അങ്ങ് വല്ലാതെ തിളക്കിയൊന്നും വേണ്ട, നിങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. നിങ്ങൾ ന്യൂനപക്ഷമാകാൻ വലിയ നേരമൊന്നും വേണ്ട.
അതിന് ഈ മറ്റുള്ളവർക്ക് പൗരത്വം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, അവർക്ക് പൗരത്വം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ എണ്ണത്തിൽ അല്ല, കുറഞ്ഞു. ഭൂരിപക്ഷമായിട്ട് ഇത് അവസ്ഥ. അപ്പോൾ ന്യൂനപക്ഷമായാൽ എന്തായിരിക്കും? ന്യൂനപക്ഷം നിങ്ങൾ കെട്ടി പോകേണ്ടി വരും. എവിടെ? അതാണ് എവിടെയെങ്കിലും പോയി തുലഞ്ഞോ? ഞങ്ങൾക്ക് ഏത് രാജ്യം? എവിടെയെങ്കിലും പൊക്കോന്ന്. നിങ്ങൾക്ക് രാജ്യാന്വേഷണം തരേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് മുസ്ലിമായിട്ട് മാറാം, ഇവിടെ തന്നെ കഴിയാം, മതം മാറി സുഖമായിട്ട് കഴിയാം. കാരണം അല്ലാഹു കരുണയുള്ളവനാണ്, മാപ്പ് കൊടുക്കുന്നവനാണ്, ദയാലുവാണ്. യു ക്യാൻ ബി വെരി ഹാപ്പിലി ലിവ് ഹിയർ, നോ പ്രോബ്ലം. അതിൽ മോദിയുടെ ഈ പ്രസംഗം ഉത്തരേന്ത്യയിൽ വലിയ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ പറയുന്നത്. ഉണ്ടാക്കട്ടെ. ധ്രുവീകരണം പൊളിറ്റിക്സിലെ ഒരു ടെക്നിക്കാണ്, കള്ളത്തരമാണെന്നല്ല ഞാൻ പറയുന്നത്. വൺ ഓഫ് ദ ടൂൾസാണ്. എവരിബഡി, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത് നോക്ക്, ഉള്ളവനും ഇല്ലാത്തവനും ധ്രുവീകരണമല്ലേ? അതെ. ഇസ്ലാമിനെ നോക്ക്, മുസ്ലിമും കാഫിറും ധ്രുവീകരണമല്ലേ? തൊഴിലാളി, ക്രിസ്ത്യാനി, വിശ്വാസി, അവിശ്വാസി, ധ്രുവീകരണമല്ലേ? തൊഴിലാളി മുതലാളിയാണ് ഞാൻ, ഉള്ളവനും ഇല്ലാത്തവനും എന്ന് പറഞ്ഞത്. ഈ ധ്രുവീകരണം കൊണ്ടാണ് ഈ പറഞ്ഞ മെയിൻ ആൾക്കാരൊക്കെ നടക്കുന്നത്. മോദി പറയുമ്പോൾ മാത്രം ധ്രുവീകരണം എന്തോ മോശമാകുന്ന എന്താ? പോളറൈസേഷൻ ഈസ് നോട്ട് എ ബാഡ് വേർഡ്. യു മെയ്ഡ് ഇറ്റ് ബാഡ് ബിക്കോസ് ഇറ്റ് വർക്ക്സ് ടുവേഴ്സ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഹിന്ദു. ഇത് മുസ്ലിമിന് അനുകൂലമായിട്ട് പോളറൈസേഷൻ വന്ന് നിങ്ങളതിനെ അനുകൂലിക്കും. നിങ്ങൾ മുസ്ലിങ്ങളെ ന്യൂനപക്ഷം എന്നൊരു കള്ളപ്പേരിട്ട് വിളിക്കുന്നു. ഇതല്ലേ സത്യം? എത്ര ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷം? എന്നാണ് മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷ പദവി അവസാനിക്കുന്നത്? 49.9 ആകുമ്പോഴെങ്കിലും ഇത് അവസാനിക്കുമോ? ഇല്ലല്ലോ. അപ്പോഴും ന്യൂനപക്ഷമല്ലേ? 0.1 കൂടുതലാണ്. 50 ആയി കഴിഞ്ഞാൽ അവസാനിക്കും? ഇല്ല, ടൈ ആണ്. 50 ഹിന്ദുക്കൾ, 50 ന്യൂനപക്ഷങ്ങൾ. അപ്പോഴും അവർ ന്യൂനമാണ്. കാരണം തുല്യരേ ആയിട്ടുള്ളൂ. കൂടണം. ഒരു 55-60 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ശരി ന്യൂനപക്ഷാവകാശം. ഇത് ഹിന്ദുക്കളുടെ രാജ്യമാണ്, ഇവിടെ അടിമയായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇത് ഈ റെട്ടറിക്ക് ഞാൻ ഒരുപാട് കേട്ടു. വേ ബാക്ക് ഇൻ 1995, എത്ര വർഷം പുറകിലാണെന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ സ്ഥലവും പറയാം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ്, അതിൻ്റെ തെക്ക് വശത്ത് ഒരു മസ്ജിദുണ്ട്. മസ്ജിദിലെ വെള്ളിയാഴ്ച പ്രസംഗം. ഇത് കേട്ട ഒരാൾ എന്നോട് പറഞ്ഞാണ്, ഞാൻ നേരിട്ട് കേട്ടതല്ല. നാഷണൽ ഹൈവേയുടെ 2 വശത്തും സ്ഥലം വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ പള്ളിയെ അറിയിക്കണം, ഞങ്ങളത് വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്യാം. 1 ഇഞ്ച് പോലും നാഷണൽ ഹൈവേയുടെ 2 വശത്തും അനിസ്ലാമിക കക്ഷികളുടെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. അതെല്ലാം ഇസ്ലാമിൻ്റെ കയ്യിൽ വരണം. ഇനി ആരെങ്കിലും വിൽക്കാതെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ മോഹിപ്പിച്ച് വില പറഞ്ഞിട്ട് അത് വാങ്ങുക. അതിന് കാരണമായിട്ട് ഈ പ്രസംഗത്തിൽ പറഞ്ഞത്, ഈ നാഷണൽ ഹൈവേ വഴിക്കാണ് പട്ടാളം വരുന്നത്. പട്ടാളത്തെ തടയണമെങ്കിൽ നാഷണൽ ഹൈവേയുടെ 2 വശത്തും നമ്മുടെ സ്ഥലമായിരിക്കണം. അപ്പോഴേ നമുക്ക് തടയാൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ ഉദ്ദേശം. 1995 നടത്തിയ പ്രസംഗമാണ്. പേടിക്കണ്ട. 2010 കണ്ണൂരിൽ നിന്ന് പേരിയ വഴി കോയമ്പത്തൂർ പോകുന്ന ഹൈവേ, ഈ ഹൈവേയുടെ 2 വശത്തുമായിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ 63 ഓഫീസുകളുണ്ടായിരുന്നു. 63 ഓഫീസുകൾ, പേരും ബോർഡും വെച്ച ഓഫീസുകൾ, ഹൈവേയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. 2010 ദിസ് വാസ് ദ സിറ്റുവേഷൻ, ഓർ ദിസ് ഈസ് ദ സിറ്റുവേഷൻ ഇൻ കേരള. ഞാൻ കേരളത്തിൻ്റെ കാര്യം മാത്രം പറയാം. എത്ര ഭീകരമാണ് ഇന്നിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ സംഭവിച്ചിരിക്കുന്ന. നോക്കും, മാർക്സിസ്റ്റ് പാർട്ടിയിൽ സമ്പൂർണ്ണമായിട്ട് ഇസ്ലാമിക ഭീകരവാദികളുടെ കയ്യിൽ ജിഹാദിവൽക്കരിക്കപ്പെട്ടു പാർട്ടിക്കാർ തന്നെ പറയുന്നുണ്ട്, പലരും രാജിവെക്കുന്നുണ്ട്. എല്ലാം ഇപ്പോൾ ജി സുധാകരനെ മിണ്ടാൻ പറ്റില്ല. കൊന്നുകളയും ജി സുധാകരനെ, കൊന്നുകളയും. പി ചിത്തരഞ്ജൻ വലിയ നേതാവാണ് ആലപ്പുഴയിൽ, അനക്കമില്ലല്ലോ ഇപ്പോൾ, അനക്കമില്ല. ഹി ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു 0. ചിത്തരഞ്ജൻ ഈഴവനാണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ, ഞാനിവിടെ നിന്ന് കാസ്റ്റ് അന്വേഷിക്കാറില്ല. ബട്ട് ചിത്തരഞ്ജൻ എന്നുള്ള പേര് കൊണ്ട് ഹിന്ദുവാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇസ്ലാമായിട്ട് രഹസ്യമായിട്ട് കൺവേർട്ട് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എവറിത്തിങ് ഈസ് അണ്ടർ ജിഹാദി. അതാണ് ഞാൻ പറഞ്ഞത്. അവലും മലരും വാങ്ങിച്ചോ, കുന്തിരിക്കം വാങ്ങിച്ചോ മുദ്രാവാക്യം ആലപ്പുഴയിലാണ്, മലപ്പുറത്തല്ല, കാസർഗോഡല്ല, സബ്സ്റ്റാൻഷ്യൽ മുസ്ലിം പോപ്പുലേഷനുള്ള പാലക്കാടല്ല, കൊല്ലത്തല്ല, ഇത് ആലപ്പുഴയിലാണ്. 70% ഹിന്ദു പോപ്പുലേഷൻ. അതെ അതെ, 70%.
ആൻഡ് യു ടോക്ക് അബൌട്ട് ഇന്ത്യ, ഇന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷമാണ്. ഭൂരിപക്ഷമായിട്ട് എന്ത് കാര്യം? ടോട്ടൽ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ 70% ഹിന്ദുക്കൾക്ക് അറിയില്ല. ഹിന്ദുക്കൾക്ക് അറിയാമായിരുന്നു ആലപ്പുഴയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമായിരുന്നു, ജയിച്ചു വരുമായിരിക്കും. അത് വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ ഹിന്ദു ബാക്ക്ലാഷിനുള്ള അർഹത ഈ പറഞ്ഞ പാർട്ടിക്കുണ്ടോ എന്നും കൂടെ നോക്കണം. മോദിക്ക് അതിന് അർഹതയുണ്ട്. അതുകൊണ്ടാണ് ഈ പോളറൈസേഷൻ്റെ ഗുണം മോദിക്ക് പോകുന്നത്. കേരളത്തിൽ അതിൻ്റെ അർഹതയുണ്ടോ? വാട്ട് ഈസ് യുവർ അജണ്ട? കേരളത്തിലെ BJPയുടെ പ്രകടന പത്രിക എടുക്കുക, അതിൽ ഹിന്ദു സ്പെസിഫിക് ആയിട്ടുള്ള പോയിൻറ്റ്സ് എത്രയുണ്ട്? പക്ഷേ ഈ അലാമിങ് സിറ്റുവേഷൻ ഹിന്ദു അറിഞ്ഞാൽ ഹിന്ദു ഒന്നിക്കേ? ഹിന്ദു ഒന്നിക്കുമായിരിക്കും, പക്ഷേ ഒന്നിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ഹിന്ദുവിന് വലിയ നിശ്ചയം. തങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ പാർലമെൻറ്റിലേക്കോ നിയമസഭയിലേക്കോ പറഞ്ഞു വിടണം. പറഞ്ഞു വിട്ടാൽ അവരെന്ത് ചെയ്യാൻ പോകുന്നു? എന്താ ഉറപ്പ്? ശബ്ദിക്കുമെങ്കിലും ചെയ്യുമല്ലോ. ഇപ്പോൾ ശബ്ദിക്കുന്നുണ്ടോ? ഇപ്പോൾ ഉണ്ടോ? അല്ല, ഇപ്പോൾ എക്സെപ്റ്റ് സുരേഷ് ഗോപി. ഇപ്പോൾ ഒരു അവസരം ഉണ്ടായി വരുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോൾ 20 സ്ഥാനാർത്ഥികളുണ്ടല്ലോ NDAയുടെ. സുരേഷ് ഗോപി ഒഴിച്ച് തൃശ്ശൂർ പൂരത്തെ പറ്റി ഒരു വാക്ക് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞു. ഹിന്ദു എവിടെ പോകണം സുനിൽ? എനിക്കറിയുന്നില്ല ഹിന്ദു എവിടെ പോകണം. ഞാനത് നേരത്തെ അതാ ഞാൻ പറഞ്ഞത്. ഈ മോദി ചെയ്യുന്നത് കേരളത്തിൽ ഒരിക്കലും ഫോളോ ചെയ്തില്ല. അത് മഹാപാപമായിപ്പോയി ഈ തെരഞ്ഞെടുപ്പിൽ. മോദി എത്ര അജണ്ട, കരുവന്നൂർ മുതൽ എത്ര അജണ്ട റേസ് ചെയ്തു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്ക്, CPI പന്ന്യൻ രവീന്ദ്രനാണല്ലോ സ്ഥാനാർത്ഥി. ആ പാർട്ടിയുടെ ഭാസുരാങ്കനാണ് ED കേസിൽ ജയിലിൽ പോയിരിക്കുന്നത്. കണ്ടല ബാങ്ക് ഒരു ഇഷ്യൂ ആണോ തിരുവനന്തപുരത്ത്? അല്ല. നോബഡി സ്പീക്സ് അബൌട്ട് കണ്ടല കറപ്ഷൻ. പന്ന്യൻ രവീന്ദ്രൻ യോഗ്യനായിട്ട് നടക്കുന്നു. ഞാൻ പറയുന്നത് ഹിന്ദു ഒരുമിച്ച് കഴിഞ്ഞാൽ BJPക്ക് വോട്ട് ചെയ്താൽ അവർ രക്ഷപ്പെടുമെന്ന് ഹിന്ദുവിന് ബോധ്യം വരണ്ടേ? ബോധ്യം വരുന്ന എന്തെങ്കിലും നിങ്ങളുടെ മാനിഫെസ്റ്റോയിലോ ആക്ഷൻസിലോ ഉണ്ടാവണ്ടേ? എത്ര ഹിന്ദു നേതാക്കന്മാർ തൃശ്ശൂർ പോയി? എന്തായിരുന്നു പോകാൻ തടസ്സം? നത്തിങ്. പൊളിറ്റീഷ്യൻസ് അല്ലാതെ എത്രയോ പേരുണ്ട്. ഡിഡ് ദേ ഗോ? ടിജി പറഞ്ഞ് എൻ്റെ ഭയത്തെ നിരാശയുടെ കയത്തിൽ മുക്കിക്കൊല്ലരുത്. ഞാൻ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഒന്നും പറയുന്നതല്ല. ഭയപ്പെടേണ്ട അവസ്ഥയൊക്കെ കഴിഞ്ഞു, മനസ്സിലായി. ഇപ്പോൾ ഓടിപ്പോകേണ്ട അവസ്ഥയിൽ ഹിന്ദു സമാജം എത്തിയിരിക്കുന്നു കേരളത്തിൽ. ആ അവസ്ഥ എത്തിയിരിക്കുന്നു. അത് വളരെ ലാഘവത്തോടെ എടുത്തിട്ട് ഹിന്ദുക്കളെല്ലാം ഒന്നിച്ചിട്ട് BJPക്ക് വോട്ട് ചെയ്താൽ അത് ശരിയാകും, BJPക്ക് വോട്ട് ചെയ്താൽ ശരിയാവും. ശബരിമലയിൽ സംഭവിച്ചത് എന്താ? എന്തുകൊണ്ടാണ് ഭയന്ന് പോയ അല്ലെങ്കിൽ ദേഷ്യം വന്ന് ഹിന്ദു BJPക്ക് വോട്ട് ചെയ്യാഞ്ഞത്? ബിക്കോസ് ഈ പൊളിറ്റിക്സ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. അൺലെസ് യു പ്ലേ ദാറ്റ് ക്ലവർലി ആൻഡ് സിൻസിയർലി, പീപ്പിൾ വിൽ നോട്ട് സീ യു ആസ് എ സേവിയർ. നിങ്ങളെ ഒരു രക്ഷകനായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ രക്ഷകനായിട്ട് പ്രവർത്തിക്കണം. വിത്ത് സുരേഷ് ഗോപി ഈസ് ഡൂയിങ്. ഞാൻ അതുകൊണ്ടാണ് സുരേഷ് ഗോപിയെ പേരെടുത്ത് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഈ പ്രശ്നമൊക്കെ നടക്കുമ്പോൾ രാത്രി 2 മണിക്ക് ഇത് അറിഞ്ഞു, 3/4 മണിക്കൂർ എടുത്ത് അദ്ദേഹത്തിനോട് വരാൻ. കാരണം അദ്ദേഹത്തെ തടഞ്ഞു. എന്നിട്ട് സേവാഭാരതിയുടെ ആംബുലൻസിൽ ഒളിച്ചു കയറുകയായിരുന്നു സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ ഒളിപ്പിക്കാനും കുറേ സ്ഥലം വേണമല്ലോ, ചെറിയ ആളൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒളിപ്പിച്ച് കിടത്തുകയായിരുന്നു സുരേഷ് ഗോപി. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ആക്സസ് കിട്ടില്ല അവിടെ. എന്നിട്ട് ജില്ലാ കളക്ടർ വരട്ടുകയും ചെയ്തു. ഈ ഇതുണ്ടെന്ന് പറഞ്ഞ്, കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി വിട്ടുകൊടുത്തില്ല. ഏതായാലും അത് സമാധാനപരമായിട്ട് പിന്നെ ഫർദർ വെട്ടും കുത്തൊന്നും ഇല്ലാതെ അവസാനിക്കും. അവിടെ ബാരിക്കേഡ് പൊളിച്ച് മുന്നോട്ട് പോയത് ഗോപാലകൃഷ്ണനാണ്, BJPയുടെ ബോൾഡായിട്ട്. ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം ആൾക്കാർ, വലിയ ആൾക്കൂട്ടം, വലിയ കുത്തൊഴുക്കായിരുന്നത്. ഈ പോലീസിൻ്റെ പടവും ബാരിക്കേഡും പൊളിച്ചിട്ട് അങ്ങകത്തേക്ക് കയറി. ആരുടെന്നുള്ള മട്ടിൽ. അപ്പോഴാണ് പോലീസിന് ഇത് അപകടം മനസ്സിലായി. ഈ ജനക്കൂട്ടത്തിൽ തടയാൻ ഈ പോലീസൊന്നും പോരാ. ഗോപാലകൃഷ്ണൻ നെഞ്ചും വിരിച്ചങ്ങ് നിന്നു. എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അങ്ങനെയാണ് ഈ ടെമ്പറേച്ചർ ഡൗൺ ആകുന്നത്. ഇപ്പുറത്ത് സുരേഷ് ഗോപിയുടെ അനുനയ നീക്കം, അപ്പുറത്ത് ഗോപാലകൃഷ്ണൻ്റെ വെല്ലുവിളി. ഗോപാലകൃഷ്ണൻ വാസ് റിയൽ ഹിന്ദു വിത്ത് ഒരു സൊസൈറ്റി ആയിട്ട് വേണം പെരുമാറാൻ ഇത്തരം അവസരങ്ങളിൽ. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്നു. കാരണം ഗോപാലകൃഷ്ണൻ ഒരു വിശ്വാസം അവർക്കുണ്ട്. ഇവൻ ആൺകുട്ടിയാണ്, ഇവൻ പറയുന്നത് ചെയ്തേ അടങ്ങുള്ളൂ.
യു ഹാവ് ടു ബി, ആളുകളുടെ വിശ്വാസം നേടണം, നിങ്ങളുടെ പ്രവൃത്തിയിൽ അത് കാണണം. അല്ലാതെ വെറുതെ എനിക്ക് വോട്ട് എന്ന് പറഞ്ഞാൽ ആര് ചെയ്യാൻ പോകുന്നു? ഏതായാലും പ്രതീക്ഷയ്ക്ക് ഇനിയും വകയുണ്ടെന്ന് തന്നെ കരുതുന്ന ഒരാളാണ് ഞാൻ. ഉണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രതീക്ഷയാണല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഏതായാലും 26-ാം തീയതി എല്ലാവരും ആലോചിച്ചുറച്ച് വോട്ട് ചെയ്യട്ടെ. യെസ്, തെറ്റിപ്പോവാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.